പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം. ഈശോയെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം ഞാൻ 100 വട്ടം കണ്ട് അനുഭവിച്ച 10,000 മനുഷ്യരിൽ അനുഭവേദ്യമായ സഭയിലുള്ള നിന്റെ സാന്നിധ്യം. കർത്താവേ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുണ്ട്. ആരായാലും ശരി കർത്താവേ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തിലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. നീ അവരെ കരുണയോടെ ആദ്യതയോടെ ഞങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട്. അവൻ മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ പാതാളങ്ങൾ ഇറങ്ങി. അത് ഈശോയെ, മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ, ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക ചില കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ
പുതിയ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട് ഈശോയെ. ഈ ദിവസങ്ങളിൽ നീ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായി പാതാളത്തിൽ ഇറങ്ങിയ ദിവസമാണ് ഈശോയെ. മനുഷ്യൻ്റെ എല്ലാ പാതാളങ്ങളിലേക്കും കല്യാണം കെട്ടാതെ വയസ്സായി നരച്ചു പോയി, കുഞ്ഞുങ്ങളില്ലാതെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങളും പോയി, അങ്ങനെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട് ഈശോയെ. നീയാണ് പുനരുത്ഥാനം, നീ മാത്രമാണ് പുനരുത്ഥാനം. ഞങ്ങളുടെ എല്ലാ നഷ്ടപ്പെട്ട പ്രതീക്ഷകളും അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ, തിരുവുത്ഥാന പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തിൽ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. പിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. ധ്യാനിക്കുകയല്ല, സന്തോഷിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന കാലമാണിത്. ഇപ്പം പുനരുദ്ധാനത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അമ്മയോടാണ് പുനരുദ്ധാനത്തെക്കുറിച്ച് ആദ്യമേ പറഞ്ഞത്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന്. പക്ഷേ എങ്കിലും ഈശോയ്ക്ക് ഒരു കം ഓഫ് ഏജ് ഇല്ലേ? ഈശോയുടെ ഒരു പൗരത്വ സ്വീകരണ കാലം, പൗരത്വ സ്വീകരണം. 12 വയസ്സെന്ന് പറഞ്ഞാൽ അവർക്ക് പൗരത്വ സ്വീകരണമാണ്. ആ പൗരനാവും. കർത്താവ് ഒരു പൗരനായി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൂടെ കർത്താവിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കുഞ്ഞീശയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വീട്ടിൽ അപ്പനെ സഹായിക്കുന്നുണ്ട്, അമ്മയുടെ കൂടെ കൂടുന്നുണ്ട്, പല പല കാര്യങ്ങളൊക്കെ ഈശോ ചെയ്യുന്നുണ്ടെങ്കിലും അമ്മയുടെ മനസ്സിൽ ഈ പുനരുത്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നുണ്ട്. അവർ ഈശോ മരിച്ച് പിന്നെ പുനരുത്ഥാനം ചെയ്യും എന്നാണല്ലോ അന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ ഇവനും അയൽവാസിയിലെ കുഞ്ഞുങ്ങളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അമ്മയുടെ പ്രശ്നം അതാണേ, അയൽവാസികൾ ഇതുപോലുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, യഹൂദന്മാരുടെ കുഞ്ഞുങ്ങളെ കാണാൻ നല്ല രസമാണ്, പ്രത്യേകിച്ച് രസമാണ്. അവർ മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ചുണ്ടാക്കിയിട്ടേക്കില്ല. ഇപ്പോഴും എന്തെങ്കിലും അങ്ങനെ കാണാം, കാണിച്ച കാണുമ്പോൾ. അപ്പം മറ്റു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കളിക്കണ കാണുമ്പോഴാണ് ഈ അമ്മയ്ക്ക് പിന്നെ ഈ പുനരുത്ഥാനം ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത്. ഇവനാണ് മരിച്ച്. അപ്പം മറ്റു കുഞ്ഞുങ്ങളുടെ വ്യത്യാസമില്ലല്ലോ. വിശ്വാസത്തിന് ഭയങ്കര വില കൊടുക്കേണ്ടി വരും. അപ്പം അമ്മ ഇതിനെക്കുറിച്ചുള്ള ആകുലതകളൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പള്ളിയിൽ പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആളെ കാണാനില്ല. പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആളെ കാണാനില്ല. അത് കുറേ നടന്നവർ, ഒരു ജില്ലയുടെ നടന്നവർ. അപ്പോഴാണ് തിരിച്ചറിയണത് ആൾ ഇല്ലല്ലോ എന്ന്, ആളെ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് ഫൈൻഡിങ്ങിൻ്റെ ടെമ്പിൾ എന്നൊക്കെയാണ് പറയണത്. ദേവാലയത്തിൽ വെച്ച് കണ്ടു കിട്ടിയതിനൊക്കെയാണെന്നില്ല. കണ്ടു കിട്ടിയല്ലല്ലോ പ്രശ്നം, കൈമോശം വന്നല്ലേ പ്രശ്നം. നമ്മൾ കണ്ടു കിട്ടിയപ്പോൾ ധരിക്കുകയല്ലേ ചെയ്യണത്. അത് കുഴപ്പമില്ല, ധരിച്ചോ, സഭ ആ രീതിയിലാണ് ക്രമീകരിച്ചേക്കും. പക്ഷേ അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? കൈമോശം വന്നേ. കർത്താവിന് കൈമോശം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 12 വയസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ 8ാം ക്ലാസ്സുകാരൊക്കെ ഇല്ലേ, 8ാം ക്ലാസ്സുകാർ എനിക്ക് വിശ്വാസത്തിനകത്ത് ഷെയ്ക്ക് ഉണ്ടായത് 9ാം ക്ലാസ് വെച്ചാൽ. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ട് വന്നതിന് ശേഷം വീട്ടുകാരുടെ അതേ വിശ്വാസത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷം പിന്നീട് 12 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് അല്ലെങ്കിൽ കുഴപ്പമില്ലേ, നമുക്ക് മുതൽ മുടക്കേണ്ടി വരും. നമുക്ക് സ്വന്തമായിട്ട് മുതൽ മുടക്കേണ്ടി വരും. നമ്മൾ എടുത്തുകൊണ്ട് പോവുകയും വണ്ടിക്കൊണ്ട് പോയി ഇതിനെ പ്രശ്നമൊന്നുമില്ല. നടന്ന് പള്ളിയിൽ പോടാന്ന് പറയുമ്പോഴാണ് എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയണത്. മനസ്സിലായില്ലേ? അത് ഈ പ്രായമാണ്, 12 വയസ്സിൻ്റെ പ്രായമാണ്. നടന്ന് പള്ളി നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. സന്ധ്യപ്രാർത്ഥനകൾക്ക് വരാൻ പറയുമ്പോൾ നമ്മൾക്ക് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ പഠിക്കാൻ പറ്റത്തില്ല, ആ സമയത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിൽ കൂട്ടുകാരന് സയൻസിന് 48 മാർക്ക് കിട്ടി, എനിക്ക് 47 കിട്ടി. അപ്പോൾ അവനെ വെട്ടണമെന്നും പറഞ്ഞ് നമ്മൾ 48 മേടിക്കാൻ വേണ്ടി ഇരുന്ന് പഠിക്കുകയായിരിക്കും. അപ്പോഴാണ് അമ്മ കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് ശല്യം ഉണ്ടാക്കും. കൈമോശം, കർത്താവിന് കൈമോശം വേണ്ടത് ഈ 12ാം വയസ്സിലാണ്. നമ്മളത് വിശ്വാസം കൈമോശമായി. അതുകൊണ്ട് ഈ 12 വയസ്സുകാരെയൊക്കെ ഭയങ്കര നമ്മൾ അവർക്ക് നല്ല സ്നേഹിച്ച് അവരെ വിശ്വസിപ്പിച്ച് അവർക്ക് വിശ്വാസം കൈമാറി കൊടുത്ത് വളർത്തണം ശരിക്കും. അപ്പം ഈശ്വരൻ അമ്മയ്ക്ക് കൈമോശം വന്നു കഴിഞ്ഞപ്പോൾ അവസാനം നമുക്കറിയാമല്ലോ, കൈമോശം വന്നതിനെക്കുറിച്ച് നമ്മൾ ധരിക്കണില്ലേ, നമ്മൾ കണ്ടു കിട്ടിയതിനെക്കുറിച്ചാണ് ധരിക്കുന്നത്. കൈമോശം വന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം കണ്ടു കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മയാണ് സംസാരിക്കുന്നത്. കാര്യം ഈ വിഷയത്തിൽ ഔസേപ്പിതാവ് ഈസ് നോട്ട് ദാറ്റ് കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. ഔസേപ്പിതാവിനോട് മംഗളവാർത്ത സമയത്ത് സ്വീകരിക്കാനല്ലേ പറഞ്ഞുള്ളൂ. നീ മറിയത്തെ സ്വീകരിക്കണം,
അഭ്യാസമൊന്നും കാണിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിൻ്റെ പേരിൽ സംശയമൊന്നും ഉന്നയിക്കേണ്ട, അത് ലോകത്തിൻ്റെ ആ നടപടിക്രമങ്ങളൊക്കെ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ഔസപിതാവ് അത് അഡിഹർ ചെയ്ത് അങ്ങനെ പോകണമെന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഔസപിതാവിനെ കുറിച്ച് അത്ര കണ്ട് തിട്ടമില്ല. കാര്യം അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഔസപിതാവിനോട് പറഞ്ഞിട്ടില്ല. അപ്പം അമ്മയ്ക്കാണ് ഈ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഡൗട്ടൊക്കെ വരുന്നത് 12ാമത്തെ വയസ്സിൽ. ഈ പിള്ളേരുമായിട്ടൊക്കെ കൊണ്ടുവന്ന് കളിക്കണമല്ല, ഇവരാണ് മരിച്ച് പാവത്തിന് പരിഹാരം ചെയ്യാൻ പോണത്, ഇവനാണ് ഉത്ഥാനം ചെയ്യാൻ പോകണമെന്നൊക്കെ ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. കാര്യം അതുകൊണ്ടാണ് അമ്മ സംസാരിക്കണത്. അമ്മയാണല്ലോ അവിടെ സംസാരിക്കണത്. ഔസപിതാവ് സൈലൻ്റ് ആണല്ല, യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കണം. അമ്മയുടെ സംസാരം. അമ്മ എന്താ പറയണത്? അമ്മ എന്താ പറയണത്? ലൂക്കാ 2:48 അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? ഞങ്ങളോട് എന്താ ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അമ്മയാണ് അവിടെ അഡ്രസ്സ് ചെയ്യണ ആ വിഷയം. എന്നിട്ട് അമ്മയോടാണ് ഈശോ സംസാരിക്കണം. പക്ഷെ ഈശോ സംസാരിക്കണം എന്തിനെക്കുറിച്ചാണ്? പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. അതാണ് ഈശോ അമ്മയോട് സംസാരിക്കുന്ന വിഷയം. നമ്മൾ നല്ല ലെൻസ് വെച്ചൊന്ന് സ്യൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് പുനരുത്ഥാനത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെന്ന്. അമ്മയ്ക്കാര്യം അമ്മയുടെ ഈ ദിവസങ്ങളിലെ മുഴുവനും മനസ്സിൻ്റെ സംഘർഷങ്ങൾ, മറ്റ് മക്കളെപ്പോലെ കർത്താവ് ഓടിയാണെന്ന് കളിക്കണത് കാണുമ്പോൾ ഇവനാണ് പാപത്തിന് മരിക്കണത്, ഇവനാണ് ഉത്ഥാനം ചെയ്യണത് എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാകാനുള്ള കാര്യം. ആ ഡൗട്ടിൻ്റെ പോക്കതാണ്, ആ കോഴ്സിൻ്റെ പോക്കതാണ്. പക്ഷേ അമ്മയാണ് അവിടെ താരമായിട്ട് നിൽക്കണത്. എന്താണ്? നീ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും കൂടി നീ ഉത്കണ്ഠയോട് നീ അന്വേഷിക്കുകയായിരുന്നു. അപ്പം അമ്മയോട് സംസാരിക്കുമ്പോൾ ഈശോ അമ്മയുടെ സംശയങ്ങൾ കൂടി മറുപടി പറയുകയാണ്. എന്താ കാര്യം? മംഗളവാർത്ത ഓർക്കാൻ പറയുന്നുണ്ട് ഈശോ. ഇപ്പം ഈ സമയത്താണ് പറയണത്, മദർ ജസ്റ്റ് റിമെമ്പർ ദ അനൗൺസിയേഷൻ പോയിന്റ്സ്. മദർ ജസ്റ്റ് റിമെമ്പർ ദ അനൗൺസിയേഷൻ. മംഗളവാർത്തയുടെ വചനങ്ങളെ ഓർക്കാൻ വേണ്ടി ഈശോ ഇപ്പം അമ്മയോട് പറയും. കാര്യം ഈ മംഗളവാർത്ത പ്രസംഗങ്ങളാണല്ല ഇപ്പം വീണ്ടും ഈ പൗരത്വത്തിൻ്റെ കാലത്ത് അമ്മയെ വീണ്ടും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മയോട് പറയും. എന്താ പറയണത്? ലൂക്കാ 2:49. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ, അതാണ് വിഷയം, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യം വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അറിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ മംഗളവാർത്തയിൽ ഇതിനെക്കുറിച്ച് റെഫറൻസ് ഉണ്ടല്ലോ. അവൻ്റെ രാജ്യത്തിന്, പിതാവിൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്ത രാജ്യമാണത്. ആ അവസാനമില്ലാത്ത രാജ്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വ്യാപൃതനാകേണ്ട ആളാണ് ഞാൻ. എന്നുവെച്ചാൽ പുനരുത്ഥാന വിഷയത്തിൽ വ്യാപൃതനാകേണ്ട ആളാണ് ഞാനെന്ന് കൂടി അതിന് അർത്ഥമുണ്ട്. കാരണം പിതാവിൻ്റെ രാജ്യത്തിന് അവസാനമില്ലല്ലോ. പുനരുത്ഥാനം ചെയ്ത ഈശോയ്ക്ക് അവസാനമില്ല. അപ്പം പുനരുത്ഥാനത്തെക്കുറിച്ച് അമ്മയ്ക്ക് ചെറിയൊരു ഡൗട്ട് ഡൗട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അമ്മയ്ക്കൊരു ആ സബ്ജക്റ്റ് റെഫറൻസിലേക്ക് വരുമ്പോൾ ഈശോ പുനരുത്ഥാനം വെച്ചിട്ട് ചോദിക്കുന്നതാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് വെച്ചാൽ അത് അറിയാവുന്നതാണ് ഈശോ മനസ്സിലാക്കിയിരിക്കുന്നത്. മംഗളവാർത്തയിൽ ആ പോയിന്റ് ഉണ്ട്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവത്തില്ലെന്ന്. അത് അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ ഓർക്കണമെന്നാണ് ഈ പറയുന്നത്. അപ്പം കളി കാര്യമായി മാറുകയാണ് ഇപ്പം. അപ്പം അമ്മ ഡൗട്ട് ചെയ്തവരൊന്നും പ്രശ്നമില്ല, ഇതേ രീതിയിൽ തന്നെ പോകാൻ തുടങ്ങാൻ. ആ രക്ഷയിലേക്കുള്ള യാത്ര, രക്ഷാ ദൗത്യത്തിലേക്കുള്ള യാത്ര ഇപ്പം തന്നെ യേശു കുരിശെടുത്ത് കൊല വെച്ച അവസ്ഥയാണോ വന്നിരിക്കുന്നത്. അമ്മ അപ്പം മനസ്സിൽ വിചാരിക്കും, കുരിശെടുത്ത് തോളെ വെച്ചല്ല, കുരിശിൻ്റെ നിഴലിൻ്റെ മകൻ്റെ മുതുകത്ത് തോളെ വീണല്ല എന്ന് അമ്മ അങ്ങനെ ഓർക്കും. എന്നിട്ട് മറിയം വീട്ടിൽ പോയിട്ട് പിന്നെ ഔസപിതാവല്ലേ ചിന്തിക്കണത്, മറിയമാണ് പിന്നെയും ചിന്തിക്കണത്. എന്താണ്? ലൂക്കാ 2:51. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇക്കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കാര്യമാണ്? പിതാവിന്റെ കാര്യമാണ്. ഇക്കാര്യങ്ങളല്ല, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണത്? പിതാവിന്റെ കാര്യത്തെക്കുറിച്ച്, ഹൃദയത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. അതായത് ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും തിരുവുത്ഥാനത്തെക്കുറിച്ചാണ് അമ്മ ഇപ്പം ഹൃദയത്തിൽ സംഗ്രഹിക്കണത്. ഇതുകൊണ്ടാണ് അമ്മ സൈലന്റ് പാർട്ട്ണറായി പോണത് പുനരുത്ഥാനത്തിൻ്റെ കാര്യം.
അമ്മ ഇത് ഈശോയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ തന്നെ ഇതിൻ്റെ മുഴുവനും ടീച്ചിങ് നോട്ട് അമ്മയ്ക്ക് കൊടുത്തതാണ്. ഈ പ്രമാണത്തിൻ്റെ നക്കലെല്ലാം അമ്മയുടെ കയ്യിലുള്ളതാണ്, നേരത്തെ ഉള്ളതാണ്. മേരി മാഡിലൊക്കെ ഇപ്പോഴാണ് ആ പ്രമാണം വായിക്കണത്. അതാണ് ആ ഓട്ടോപിടുത്തം വന്നത്. അമ്മ ഈ പുസ്തകം, ഈ സിലബസ് നേരത്തെ വായിച്ചു വെച്ചിരിക്കുന്നതും ഈശോ അമ്മയെ പഠിപ്പിച്ചതുമാണ്. അതുകൊണ്ട് പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് അമ്മയ്ക്ക് യാതൊരുവിധ ഇമോഷണലായിട്ടുള്ള യാതൊരു വൈബ്രേഷനും ഇല്ല. എന്താ കാര്യം? ഇത് വളരെ ഈശോയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ തന്നെ ഹൃദയം സംഗ്രഹിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി പോന്നിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പം മറ്റൊരു ഹൃദയ സംഗ്രഹമായിട്ട് അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം തുടരുകയാണ്. അത് പിന്നീട് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി അമ്മ ഉപയോഗിക്കും. അപ്പോസ്തലന്മാർ ഒരിക്കലും ഈ അമ്മയെക്കുറിച്ച് പറയാവുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോസ്തലന്മാർ എങ്ങനെ അമ്മയെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഈശോയുടെ പ്രഭ മങ്ങിപ്പോയാലും ഒരു സംശയമില്ലെങ്കിൽ. കാര്യം ഈ വിഷയങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് ഏറ്റെടുക്കുന്നതും ആ ദൗത്യം പൂർത്തിയാക്കണമെല്ലാം അമ്മയാണ്. അപ്പം അമ്മയെക്കുറിച്ച് ഇവരെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ജനം അമ്മയുടെ പുറകെ പോവുകയാണ്. അല്ലാതെ തന്നെ ഇപ്പം അമ്മയെ സ്നേഹിക്കുന്ന ആൾക്കാർ ചിലരൊക്കെ എങ്കിലും ഈശോയെ അമ്മയെ വേറെ റാങ്കിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. പക്ഷേ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിന് ഏറ്റവും പറ്റിയ ആൾ അമ്മയാണ്. അമ്മയിലൂടെയാണ് ഈശോയിലേക്ക് നമ്മൾ പോണതും ദൈവത്തിൻ്റെ പിതാവിൻ്റെ പദ്ധതികളിലേക്ക് പോണതെല്ലാം. അതിനെല്ലാം നമുക്ക് ഒരു മാതൃകയും അതുപോലെ തന്നെ ഒരു ഗാർഡിയനും പിന്നെ എന്താണ് പറയുന്നത്, ഒരു കമാൻഡോ ഓപ്പറേറ്ററാണ്. കാര്യം അവരാണല്ലോ ആദ്യം ഇതിനെല്ലാം മുന്നോട്ട് പോയത്. അപ്പോൾ മരിയനൊരു കമാൻഡറസ് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ. കാര്യം നമുക്ക് ഈശോയെ ജയിക്കാൻ ഒരു ഗുരുവും മധ്യസ്ഥയുമാണ്. ഗുരുനാഥയും മധ്യസ്ഥയും പരിശുദ്ധമാണ്. ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ എയിലിൻ കോട്ടയം എന്ന് പറഞ്ഞ് ഒരു ജർമ്മൻ വിദ്യാർത്ഥിയാണ്. ഇന്ന് ജർമ്മനിയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇവരുടെ പ്രശ്നമെന്ന് പറയണത്, ഇവർക്ക് ജന്മന കേൾവി 25% ഇല്ല. ജന്മന കേൾവി 25% ഇല്ല. ആ ടെസ്റ്റ് ചെയ്തതാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കൂട്ടുകാർക്ക് എല്ലാവരും വീട്ടുകാർക്ക് അറിയാം ഇവർക്ക് പകുതി കേൾവിയേ ഉള്ളതെന്നറിയാം. അപ്പോൾ ഇവരെല്ലാം ധരിച്ചിരിക്കണത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വാക്സ് വരും ചെവിയിൽ നിന്ന് എപ്പോഴും. അപ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും. 6 മാസം കൂടുമ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കേൾവി ഉണ്ടല്ലോ. അപ്പോൾ അവൾ വിചാരിക്കും ക്ലീൻ ചെയ്ത കൊണ്ടാണ് കേൾക്കണമെന്ന് വിചാരിക്കും. ചെറിയ കേൾവി ഉണ്ട്, 75% കേൾവി ഉണ്ട്, ഫുള്ളായിട്ട് കേൾവിയില്ല. അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ചെവി കൊണ്ട് ഇരണ്ടി വരും. ചെറിയ ശബ്ദം കുറച്ചാൽ പറയണമെന്നുണ്ടെങ്കിൽ രഹസ്യമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ജന്മമാണ്, ഒരു ജീവിതമാണ്. അപ്പം അത് ഈ വാക്സ് ക്ലീൻ ചെയ്തിട്ടും പിന്നെ കേൾവി അത്ര മെച്ചപ്പെടാതെ ആകുമ്പോഴാണ് ഇവർ ടെസ്റ്റ് ചെയ്യണത്. ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിക്കുമ്പോഴാണ് പറഞ്ഞത് 20% കേൾവി ഉള്ളൂ എന്ന് പറയും. അത് പിന്നെ ഇതിൻ്റെ സ്കാൻ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു സിസ്റ്റുണ്ട് തലയിൽ, ചെവി ഞരമ്പിന് കർണഞരമ്പിന് സിസ്റ്റുണ്ട്. പിന്നെ അത് സൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന ബ്രെയിനിൽ എന്തോ ഒരു വിഷയമുണ്ട്. അത് ഓപ്പറേഷൻ കൊണ്ടും ശരിയാകണത് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ പാതി കേൾവിയും കൊണ്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജർമ്മനിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ പിന്നെ ഒരു ചികിത്സ എടുത്തിട്ട് പിന്നെ ലീവിന് പോയപ്പോൾ ചികിത്സ എടുക്കുമല്ലോ. അങ്ങനെ പോകുന്ന സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്. ഒരു കേസ് സ്റ്റോറി എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ദൈവം എങ്ങനെയാണ് ഈ ഉടമ്പടി ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്നും സ്റ്റിയർ ചെയ്യണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ഉടമ്പടിക്കാരെപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശ്രദ്ധയാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധയാണ്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളും വീണ്ടും പഴയ ആൾക്കാരായിട്ടല്ല ജീവിക്കണത്, ശ്രദ്ധയില്ലാതെയാണ് ജീവിക്കണത്. പലപ്പോഴും രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥനയില്ലേ, സന്ധ്യ ഉടമ്പടി പ്രാർത്ഥനയില്ലേ, പല രോഗികളൊക്കെ കണ്ട് കുറച്ച് പത്രമൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ സാധാരണ 50% അങ്ങനെ ചെയ്യണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. പിന്നെ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള ആൾക്കാരായിട്ട് മാറിയിട്ട് പിന്നെ ഉടമ്പടി തന്നെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് വ്യക്തിയാണെന്നുള്ള ബോധം വർദ്ധിപ്പിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റി വെക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം എന്താ ദൈവത്തിന് തോന്നണം നിങ്ങൾ ഉടമ്പടിയിലാണെന്ന്. എന്നാൽ ഇത് എളുപ്പമാണ്. ഇവരിങ്ങനെ വൃത്തിമേനയായിട്ട് ഉടമ്പടി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ വൃത്തിമേനയായിട്ട് ഉടമ്പടി ചെയ്യുന്ന കാരണം ഇവർ
ഒരു ഒരു ആശുപത്രി ചെന്നപ്പോൾ വേറെ എന്താ അസുഖത്തിനാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നത്. അവിടെ ഈ കേൾവിക്കുള്ള 20% കുറവ് ആ ഡോക്ടറിനോട് പറയും. ഞാൻ ആശുപത്രി പേരൊന്നും പറയണില്ല, ശരിയല്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവളുടെ അപ്പൻ, ഈ എയിലിൻ്റെ അപ്പൻ ഡോക്ടറിനോട് പറയും, ആ ഇയറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റിലാണ്. അതുക്ക് മുമ്പ് ഇവരൊരു പണി ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം ചെവി തേക്കും, പ്രാർത്ഥിച്ച്. ചെവി അകത്തൊഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ തേച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് എവിടെ വെച്ചാൽ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാവും. മണ്ണാക്കി തന്നെ കൊണ്ട് ഒഴിക്കണം നിർബന്ധമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വാസമാണ് അപ്ലൈ ചെയ്യണം. ഉടമ്പടി തൈലത്ത് നല്ല ഹീൽ ചെയ്യണത്, ഉടമ്പടി തൈലത്തെ ബ്ലെസ് ചെയ്ത് ദൈവമാണ് നിങ്ങളെ ബ്ലെസ് ചെയ്യണത്. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തിൽ വേണം അപ്ലൈ ചെയ്യാൻ. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുന്ന ഹൃദയത്തിൽ ദൈവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിലാണ് ഇത് വിശ്വപ്രമാണം ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ടത്. അല്ല വെറുതെ ഇങ്ങനെ എണ്ണ തൂക്കണ പോലെ, മരുന്ന് തൂക്കണ പോലെ, ഓയിൽമെൻ്റ് ഇടണ പോലെ ഇടരുത്. ബുദ്ധിബോധമില്ലാത്ത കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ആപ്ലിക്കേഷൻസ് എന്ന് വേണ്ടത് ഫെയ്ത്താണ് ആപ്ലിക്കേറ്റ് ചെയ്യണത്, അല്ലാതെ ഓയിലല്ല ആപ്ലിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ഫെയ്ത്താണ് ആപ്ലിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം. അപ്പോൾ ഏകാഗ്രതയോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇവളുടെ അപ്പം പറയും, ഞങ്ങൾ ഒരു വിനീത് ഡോക്ടറിനെ കാണാൻ പോവുകയാണെന്ന് പറയും. വിനീത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയും. വിനീത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്നത്. ഞങ്ങൾ ENTയുടെ കാര്യത്തിന് വിനീതിനെ കാണുന്നത് പറയും. ഉടനെ ആ ഡോക്ടർ പറയും, നിങ്ങൾ വിനീതിനെ തന്നെ കാണണം, വിനീതാണ് ഇതിൻ്റെ എക്സ്പേർട്ട്, അതുകൊണ്ട് ഞാൻ ഫയൽ അങ്ങോട്ട് മാറ്റുകയെന്ന് പറയും. അതിന് ഫയൽ നിങ്ങൾ വിനീതിനെ പോയി കണ്ടോളാൻ പറയും അടുത്ത മുറിയിൽ. അപ്പോൾ ഇവർക്ക് ആ പാടൊരു കുഴപ്പം എവിടെ എന്തൊരു കുഴപ്പം സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിനീത് എന്ന് പറയുന്ന ഡോക്ടർ ഇവിടെ ഇരിക്കുന്ന ഡോക്ടറല്ല, ഇവളെ ചികിത്സിക്കുന്ന ENT ആണ് കോട്ടയത്ത്. അത് ആ ഡോക്ടറിൻ്റെ പേര് വിനോദം എന്നാണ്. നിങ്ങൾ കാര്യം ഒരു കഥപട പോക്കണ്ട. ആ ഡോക്ടറുടെ പേര് വിനോദം എന്നാണ്. ഈ അപ്പന് തെറ്റിപ്പോയതാണ്. അപ്പം പറഞ്ഞത് വിനോദ് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയുന്നതിന് പകരം ഈ അപ്പം പറയാണ് വിനീത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയും. അപ്പോൾ ഈ ഇരിക്കുന്ന ഡോക്ടർ പറയുന്നത് വിനീത് അപ്പുറത്തെ പോലുണ്ട് ചെന്ന് കാണാൻ പറയും. പുറത്തിറങ്ങിയപ്പോൾ മാതാവിൻ്റെ ചാര കളറുള്ള ഒരു മുറി, അതിൻ്റെ അടുത്ത് ഡോക്ടർ വിനീത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ENT സ്പെഷ്യലിസ്റ്റ് എന്ന്. വിനീതിൻ്റെ അടുത്ത് ഇവർ ചെല്ലുമ്പോൾ വിനീത് ടെസ്റ്റ് ചെയ്തതും പറയും, നിങ്ങളുടെ കേൾവി നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിരിക്കുന്നുണ്ട്, കുഴപ്പമില്ലെന്ന്. ഇതാണ് സ്പേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദ് ഡോക്ടറാണ് വിനോദിനെ കാണാൻ പോകണമെന്ന് പറയുന്നതിന് പകരം അപ്പനെ കൊണ്ട് വിനീതെന്ന് പറയിപ്പിച്ച്, അത് ദൈവം മാത്രമാണ് പറയിപ്പിക്കാതെ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പനെ അറിയത്തില്ല ഇങ്ങനെ ഡോക്ടർ ഇവിടെ ഉള്ള കാര്യം. അത് അപ്പൻ തെറ്റി പറയിപ്പിച്ചതാണ്. പക്ഷെ തെറ്റി പറഞ്ഞെങ്കിലും മാതാവിൻ്റെ മുമ്പിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ശരിയായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഉടമ്പടി എടുത്ത് ഇവളെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇവൾ ഓക്കെ ആയി. ആ ഡോക്ടർ ഹീലൊന്നും ചെയ്തില്ല. വിനീത് ഡോക്ടർ ഒന്നും ഇവർക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ല എന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്തപ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവൾക്ക് എപ്പോഴാണ് കേൾക്കാൻ പറ്റിയത്? അൾത്താരെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മാതാവൊക്കെ കേൾവി കൊടുത്തു. എന്നിട്ട് അത് കേൾവിയൊക്കെ കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാതാവ് അവിടെ കൊണ്ടുപോയത്. വിനോദിനെ പകരം വിനീതിനെ കൊണ്ടുപോയി കൊടുത്തിട്ട്, അതായത് അമ്മ ഇങ്ങനെ കൂടെ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും നമ്മുടെ കൂടെ അങ്ങ് സംശയിക്കുകയും നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറയുന്നത് നീ ഉടമ്പടിയിലാണ് നമുക്കത് മനസ്സിലാക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി ഉണ്ടാകുന്നൊരു വിഷയം ഈ ദൈവ സ്പേസിൽ ദൈവം മാത്രം ചെയ്യുന്ന ചില കാര്യമുള്ളതുകൊണ്ട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയാലും പിന്നെയും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ കാര്യം? ദൈവത്തിൻ്റെ അതർ എൻഡിൽ ദൈവമുണ്ട്. കാരണം ബൈലാറ്ററൽ എഗ്രിമെൻറ്റിലാണ്. മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയാലും നമുക്ക് പിന്നെയും ഹോപ്പുണ്ട്. അതാണ് ഈ ഉടമ്പടി ഏറ്റവും വലിയ ഗുണം. അതാണ് ചിലപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പക്ഷേ എന്നാലും ഇപ്പം നിങ്ങളുടെ പഠനമോ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു എടുക്കണതോ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ പറഞ്ഞാലും എഴുതി തള്ളിയാലും അതുപോലെ ഇങ്ങനെ എന്ത് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കൈ വിട്ടുപോയാലും പിന്നെയും നമുക്ക് ഹോപ്പുണ്ട്. എന്താ കാര്യം? ദൈവത്തിൻ്റെ അതർ എൻഡിലുള്ള ദൈവമാണ്. നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. നേടിയതിനെ എപ്പോഴും മുറുകെ പിടിക്കണം. ഫിലിപ്പി
3:16. ഫിലിപ്പി 3:16. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം. പോരെ. ഇപ്പോൾ ഒന്നാമത് പുതുക്കിയാലും രണ്ടാമത് പുതുക്കിയാലും മൂന്നാമത് പുതുക്കിയാലും ഈ പുതുക്കലിലൂടെയെല്ലാം നേടിയെടുത്ത ദൈവാനുഗ്രഹം, നേടിയെടുത്ത ആധ്യാത്മിക പ്രതിബദ്ധത, നേടിയെടുത്ത പ്രാർത്ഥനാ ജീവിതം അതെന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. അല്ലാതെ ഒന്നാമത് ഉണ്ടായിരുന്ന അരൂപി ഇപ്പോഴില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉടമ്പടി ബ്രേക്ക് ആവും. കാര്യം ദൈവം, അത് ഞാൻ പറഞ്ഞില്ലേ, ദൈവം ഒന്നും മറക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് സ്മിർനായിലെ സഭയെ പറയണത്, എന്താണ്? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ചെടയ്ക്ക് ഇവിടെ പോട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ. വെളിപാട് 2:4-5. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ആദ്യം ഉടമ്പടി പുതുക്കുമ്പോൾ ഉണ്ടാകുന്ന ഉശിരും തീഷ്ണതയും ഉത്സാഹവും രണ്ടാമതോ മൂന്നാമതോ ഉടമ്പടി പുതുക്കിയാൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ മറന്ന പോലെ ദൈവം ഉടമ്പടി മറന്നിട്ടുണ്ടെന്ന്. ദൈവം മറന്നിട്ടില്ല. ദൈവം പറഞ്ഞിട്ടില്ലേ, ഞാൻ ആദ്യം നിനക്ക്, നീ എന്തുമാത്രം ദൈവസ്നേഹത്തിൽ വളർന്ന ഒരു ദിവസം എനിക്കറിയാം, അത് എൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്രയും ചൈതന്യം ഇന്ന് നിനക്കില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഓരോ തവണകള് ഉടമ്പടി പുതുക്കുമ്പോൾ മുമ്പത്തെക്കാൾ ചൈതന്യത്തോടെ ദൈവത്തിന് പ്രയോജനമുള്ള സുവിശേഷ വേലക്കാരായി സാക്ഷികളായി ഉയർത്തണമേ, വളർത്തണമേ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വളരെ രസകരമായൊരു സാക്ഷി ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. അതൊരു അക്രൈസ്തവ സഹോദരി പറഞ്ഞതാണ്. അവരുടെ പേര് സജനി സുരേന്ദ്രൻ. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ്. ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ് സജനി സുരേന്ദ്രൻ. ഇവരുടെ വാർഡിൽ 40 വർഷമായിട്ട് ഒരു നടവഴി, ജനങ്ങളെല്ലാം പകുതി മുക്കാലും അതിലാണ് പോകണമെങ്കിലും മഴക്കാലമാകുമ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ റോഡ് മുങ്ങിപ്പോവും, ആ വഴി മുങ്ങിപ്പോവും, പിന്നെ നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ പ്രോജക്റ്റ് അനുസരിച്ചുകൊണ്ട് ഇവർക്ക് റോഡ് അനുവദിച്ചിട്ടുണ്ട്. ഇവർ വലിയ സങ്കടപ്പെട്ടിട്ടാണ്. അപ്പോൾ അവർ മെമ്പറായ കാലം മുതൽ ഇവർ മുനിസിപ്പൽ ഓഫീസിലും അവർ തന്നെ മുനിസിപ്പൽ കമ്മിറ്റിയിലും പറഞ്ഞ് അവസാനം ഇവർക്ക് റോഡ് അനുവദിച്ചത്. റോഡ് അനുവദിച്ചപ്പോൾ എന്താ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റാണത്. അപ്പോൾ 3 മീറ്റർ റോഡിൻ്റെ അപ്പുറത്ത് വിടണം. സാധാരണ പഞ്ചായത്ത് റോഡിനേക്കാൾ വീതിയുണ്ട്. അതിനെല്ലാം ഒരു കൺസെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി തന്നെ പുഞ്ചപ്പാടത്തെ കൺസെൻറ്റാണ്. 20 പേരുടെ ഇടയ്ക്ക് 20 പേരുടെ ആൾക്കാർക്ക് അന്ന് ഈ 1.5 കിലോമീറ്റർ താമസിക്കുന്ന 20 അണ്ടപ്പേരുണ്ട്. അതെല്ലാം തപ്പിയെടുത്ത് ഓരോരുത്തരൊക്കെ കൈമാറി പോയി അതൊക്കെ വാങ്ങിച്ചെടുത്ത് അവസാനം കൺസെൻറ്റെല്ലാം ഒപ്പിച്ചുകൊണ്ട് മുനിസിപ്പൽ ഓഫീസിൽ കൊടുത്ത് ഇവർക്ക് റോഡ് സാങ്ഷനായി. പിന്നെ എന്താ ചെയ്യേണ്ടത്, പ്രോജക്റ്റ് എഴുതി പോകണം. അതിന് AE ആണ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് അതിൻ്റെ ആൾ. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്ക് പ്രോജക്റ്റ് എഴുതി ടൈം ബൗണ്ടായിട്ടല്ലാണ്. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എല്ലാ കൺസെൻറ്റും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ കൊടുത്തിട്ട് പോയി. അപ്പോൾ സംഭവം കിട്ടി. കാര്യം മുനിസിപ്പൽ കമ്മിറ്റിയിൽ തന്നെ ഇടിപിടിച്ച് മേടിച്ച റോഡാണത്. പക്ഷേ അത് എല്ലാം സെറ്റായിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് ആശ്വാസമായി. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ചെന്ന് സെക്രട്ടറി കണ്ടപ്പോൾ സെക്രട്ടറി ഓക്കെ അല്ലേ, ഇനി നമുക്ക് മുന്നോട്ട് പോകാമല്ല. അപ്പോൾ മാഡം ഓക്കെ അല്ല, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇത് പ്രോജക്റ്റ് വിട്ടിട്ടില്ലെന്ന് പറഞ്ഞു. പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ചങ്കിൽ ഇടുത്തി പോലെ, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, എനിക്കത് മനസ്സിലാവും. ഞാൻ ഈ റോഡ് ഉണ്ടാക്കാനൊക്കെ കുറേ നടന്നിരുന്ന കാരണം എനിക്ക് പെട്ടെന്ന് അവർ പറഞ്ഞൊക്കെ മനസ്സിലായി. പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് ക്ഷോഭിക്കണോ? അവർ വന്നിട്ട് ഇവരോട് പറഞ്ഞ്, ഇത് ഞാൻ മെമ്പറായിട്ട് ഇരിക്കണില്ല, ഞാൻ രാജിവെക്കുകയാണ്, ഞാൻ ഇനി വരത്തില്ല ഇങ്ങോട്ട്, വന്നിട്ട് കാര്യമില്ല, ജനങ്ങളോട് നീതി പുലർത്താൻ വേണ്ടിയാണ് അവരെന്നെ ജയിപ്പിച്ച് വിട്ടത്, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് മെമ്പറിൻ്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അവർ സെക്രട്ടറിയോട് മറ്റെല്ലാവരും പറഞ്ഞ്. പക്ഷേ എന്താ അപ്പോൾ സെക്രട്ടറി പറഞ്ഞ് AEയോട് പോയി ചോദിക്കാൻ പറഞ്ഞ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പറഞ്ഞു, മാഡം ഇനി 3 മാസമേ ഉള്ളൂ ഈ പ്രോജക്റ്റ് ലാപ്സാകാൻ.
അതിനുള്ളിൽ 1.5 മാസം വേണം എസ്റ്റിമേറ്റ് എടുക്കാൻ. 1.5 മാസം കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് സാങ്ഷനായി വന്നാൽ 1.5 മാസം കൊണ്ട് ഈ പണി തീരത്തില്ല. പിന്നെ നമ്മൾ കൊടുത്ത് അവസാനം കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പ്രോജക്റ്റ് വിട്ടില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി ഇവർ സങ്കടപ്പെട്ട് പോകുന്നപ്പോൾ ഇവരുടെ ഇരിപ്പും നടപ്പും വീട്ടിൽ വരുന്നുള്ള ചേട്ടയെ കണ്ടപ്പോൾ ഇവരെ ഭർത്താവ് വിചാരിച്ച് ഇവർ ഇവർ ഇതായി പോകുമെന്ന് പറഞ്ഞ്, അതായത് ഇവർക്ക് വട്ടായി പോകും. അപ്പോൾ പറഞ്ഞ് എടി ആ റോഡ് നാട്ടുകാരാണ്, അത് വേണമെങ്കിൽ റോഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകും, നീ എന്തിനായിട്ട് ടെൻഷൻ അടിക്കണത്, നീ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ടത്, നിന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, അതൊക്കെ ആളെ ഞങ്ങൾക്ക് വീട്ടുകാർക്ക് ആളെ നഷ്ടപ്പെടരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഇവരോട് ചൂടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറയാം, ഇവർ ഉടമ്പടി എടുത്ത് വെച്ചും ഇവർ നേരെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ഇവിടെ ഈ റോഡിടാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട്, മാതാവേ നിൻ്റെ റോഡാണ്, നിനക്ക് വേണമെങ്കിൽ ഈ റോഡ് വേണം. അപ്പോൾ കാര്യം എനിക്കിനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് പരാജയപ്പെട്ടിരിക്കുകയാണ്, ഇനി എന്തെങ്കിലും ഇവിടെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഫയൽ പൊങ്ങണമെങ്കിൽ അമ്മ വിചാരിക്കുക, അതുകൊണ്ട് ഞാൻ റോഡ് അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിളിച്ച്, മാഡം റോഡ് പാസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം. ഇവർ അവിടെ വിശ്വാസത്തെ അവരൊരു ധ്യാനം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഈ തലക്കനമുള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നുണ്ട് ധ്യാനത്തിൽ. ഇപ്പോൾ ധ്യാനം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഈ എല്ലാവരും ഇപ്പോൾ ഈ ധ്യാനപ്രസംഗം കേട്ടാൽ രക്ഷപ്പെടണത്. അവരുടെ തലക്കനമുള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ ഏതോ ഒരു ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം നിങ്ങൾ ഹെഡ് മാസ്റ്ററാണ്, നിങ്ങൾ പഞ്ചായത്ത് മെമ്പറാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, തഹസിൽദാറാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് പത്രവിതരണത്തിനാണ്. കാര്യം അത് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യം. 2 കാര്യത്തിനാണ് ഉടമ്പടി കൂടുതൽ മാർക്ക് കിട്ടുന്നത്. എന്താണ്? സാക്ഷ്യം പറയണതിനും പത്രം കൈമാറുന്നതിനും. ഇത് രണ്ടും ചമ്മലുള്ള പരിപാടിയാണ്. നമ്മുടെ തലക്കനുള്ള ആൾക്കാർ ഇപ്പോൾ സംഭവം ചെയ്യത്തില്ല. അല്ലെങ്കിൽ കുരങ്ങനെ കൊണ്ട് ചുടുപായസം കുരക്കണ പോലെ ഭാര്യനെ കൊണ്ട് മക്കളെ കൊണ്ട് ജയിക്കും, അല്ലെങ്കിൽ ചില ഇടുപ്പി പെമ്പിടരാണെങ്കിൽ പപ്പാനെ കൊണ്ട് ജയിക്കും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, തലക്കന ഉള്ളവർക്ക് ഉടമ്പടി പറഞ്ഞിട്ടില്ലെന്ന്. അതുവെച്ചാൽ അവർ എളിമപ്പെടണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എങ്ങനെ ചെയ്തതാണ്? അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ. അതാണ് മാതാവിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാന്റെ സുവിശേഷം ലൂക്ക 1:48-49. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഉടമ്പടി എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിച്ച പോരെ, വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉടമ്പടി. പക്ഷേ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലൂക്ക 1:48-49 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കാരണം എന്താണ്? അവിടുന്ന് തന്നെ ദാസിയുടെ വിനീത അവസ്ഥ, താഴ്മ തെക്കൻ പാർത്തു. അപ്പോൾ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും പത്രം കൊടുക്കേണ്ടി വരും. അതാണ് വിഷയം. അതേ വിഷയം. അപ്പം താഴ്ന്ന ആളല്ലെങ്കിൽ നമ്മൾ എളിമപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വലിയ കാര്യങ്ങൾ നടക്കത്തില്ല, വലിയൊക്കെ ചെറിയ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അത് എപ്പോഴും അത് ഞാൻ പറഞ്ഞ കാരണം ഈ മെമ്പർ എന്ത് ചെയ്യുന്നറിയോ? മെമ്പർ പത്രം എടുത്ത് വെച്ച് അവർ വർക്ക് ചെയ്യണത്, അവർ മെമ്പറാണ്, പിന്നെ അവർ വർക്ക് ചെയ്യണത് നോൺ ക്രിസ്ത്യൻ ഏരിയയിലാണ്. മെമ്പറിനൊക്കെ ഭയങ്കര പ്രയാസമാണ്. അതാവേ വലിയൊരു വല്ലതും പറയാമോ, ഞാൻ നിങ്ങൾ രാഷ്ട്രീയക്കാരത്തിയായിട്ട് പിന്നെ ഇതും കൊണ്ട് നടക്കണമെന്ന് ചോദിക്കും ആൾക്കാർ. അങ്ങനെ ചോദിക്കുക എന്ന് ഞാൻ എങ്കിലും അതിനെല്ലാം മറികടന്ന് ചോദിക്കട്ടെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ജോലിയല്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പത്രം എടുത്ത് അകത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലായിടത്തും പോകും. എന്നിട്ട് മാതാവിനോട് ഒരു കാര്യം പറയും, ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇനി ഒറ്റ പത്രം പോലും ബാക്കി ഉണ്ടാകരുതെന്ന് പറയും. എന്നിട്ട് പോയിട്ട് ഒരു പ്രശ്നവുമില്ലാതെ അവരെല്ലാം പ്രാർത്ഥിച്ചു കൊടുക്കും. അപ്പോൾ ദൈവത്തിരുസന്നിധി പ്രയോജനമുള്ള വ്യക്തികളായി മാറുമ്പോൾ അവർ ഉപ്പിട്ടാൽ മതി. എന്താ കാര്യം? ഫയൽ താനേ പൊങ്ങും. എന്താ കാര്യം? ദൈവം അത് ഏറ്റെടുക്കണം. എൻ്റെ മക്കളെ, ഈ ഉടമ്പടി ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയണത് നിങ്ങൾ സത്യസന്ധരാണെന്നും ദൈവത്തോട് വിശ്വസ്തമുള്ളവരാണെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് സർവോപരി പ്രയോജനമുള്ള വ്യക്തികളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്റെ പൊസിഷൻ എന്തായാലും ഇടം വലം നോക്കാതെ കർത്താവിന്റെ ജോലി ചെയ്യാൻ, സുവിശേഷ വേല ചെയ്യാൻ, വിശ്വാസ കൈമാറ്റത്തിനായി സ്വർഗത്തിന്റെ ഉപകരണമായി എന്നെ അഭിഷേകം ചെയ്യാൻ.
അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അവർ രോഗികളായിട്ടുള്ളവരുടെ മേൽ അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരം വയ്ക്കണമേ. ഓരോ രോഗികളുടെ മേലും അങ്ങയുടെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം സ്പർശിക്കണമേ. തൊണ്ടയിലെ രോഗികള്, കോൺസെറ്റ് രോഗികള്, തൈറോയ്ഡ് രോഗികള്, ശ്വാസകോശ രോഗികള്, കരള് രോഗികള്, ഹൃദയ രോഗികള്, ഉദര രോഗികള്, അൾസർ രോഗികള്, അൾസസ് രോഗികള്, സിസ്റ്റ് രോഗമുള്ളവര്, ആന്തരിക അവയവങ്ങളിലെ മുഴകളുള്ളവര് കർത്താവിന്റെ രക്തത്താൽ നനക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികളെ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശുദ്ധ പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളുടെ ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, പല പ്രാവശ്യം ഉടമ്പടി പുതുക്കിയെങ്കിലും ആ വിഷയത്തിൽ അവർ വിചാരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം എത്തിപ്പെടാത്തവർ ഒക്കെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. എൻ്റെ മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, മഹത്വം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിൻ്റെ അടയാളമാകാൻ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഓരോരുത്തരും ഉടമ്പടി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഉടമ്പടി ജീവിക്കുന്നവരുടെ ഓരോ കാര്യങ്ങളും, ഉടമ്പടി പുതുക്കിയിട്ടില്ലെങ്കിലും ഉടമ്പടി തന്നെയാണ് അവർ ജീവിക്കുന്നതെന്ന് ഉറപ്പുള്ളവരുടെ കാര്യങ്ങൾ കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ സ്പർശിക്കുന്ന കർത്താവേ, മക്കളില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, കടകമ്പോൾ നടത്തി പരാജയപ്പെട്ടവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, ഒരു തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, വിസ പുതുക്കാൻ വേണ്ടി വേദനിക്കുന്നവർ, ജോലിക്ക് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും കിണഞ്ഞ് പരിശ്രമിക്കുന്നവർ, വസ്തു വിൽക്കാനോ വാങ്ങിക്കാനോ വീട് വാങ്ങി വയ്ക്കാനോ വീട് ലഭിക്കാനോ വേണ്ടി പരിശ്രമിച്ച് പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തിൻ്റെ കരുണ കർത്താവേ, അങ്ങയുടെ കരുണ കൊണ്ട് കർത്താവ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് കർത്താവ്, അങ്ങയുടെ മക്കളുടെ മേൽ കർത്താവ് ഈ കൃപാസനത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ ആരാധനയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.